2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഇന്ത്യയിലെത്തും. വൈകിട്ട് 4-ന് ഡൽഹിയിലെത്തുന്ന വാങ് യി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാങ് യി സന്ദർശിക്കും. വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചെയ്യുന്നുണ്ട്. രഞ്ജിൽ, 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുന്നത്. ഏതൊക്കെ പരിപാടിയിലായിരിക്കും പങ്കെടുക്കുക? കൂടുതൽ വിവരങ്ങൾ. ആതിര, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് വൈകിട്ട് ഡൽഹിയിലെത്തും. തുടർന്ന് എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് വാങ് യി ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട സംയുക്ത യോഗത്തിൽ പങ്കെടുക്കാനാണ് വാങ് യി ഇത്തരത്തിൽ ഇന്ത്യയിലെത്തുന്നത്. തുടർന്ന് ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും അദ്ദേഹം തിരിച്ചു പോവുക. എന്തായാലും 2 ദിവസം വാങ് യി ഇന്ത്യയിലുണ്ടാകും. ഇന്ന് വൈകുന്നേരം ഡൽഹിയിലെത്തുന്ന അദ്ദേഹത്തെ എസ് ജയശങ്കർ സ്വീകരിക്കും. എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ച. നരേന്ദ്രമോദി ഇത്തരത്തിൽ ചൈനയിലേക്ക് പോകാനിരിക്കെയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം. എന്തായാലും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി തർക്കം പ്രധാന ചർച്ചയാകുമെങ്കിലും അതേസമയം ചൈനയ്ക്കും ഇന്ത്യക്കുമെതിരെയുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക തീരുവയും ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ അധിക തീരുവ ചർച്ചയായാൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. നമുക്കറിയാം, റഷ്യയിൽ നിന്നും എണ്ണ കൈപ്പറ്റുന്ന രാജ്യങ്ങളിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം മുൻനിർത്തിയാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ അധിക തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ നടപടിയൊക്കെ. ആ നടപടിയൊക്കെ തന്നെ ചർച്ചയാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ചർച്ചയായാൽ അതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. എന്തായാലും 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് വാങ് യി ഇന്ത്യയിലെത്തുന്നത്. വാങ് യിയുടെ സന്ദർശനം തൊട്ടു പിന്നാലെ എസ് ജയശങ്കർ റഷ്യയിലേക്ക് പുറപ്പെടും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗ് ലാവറുമായി ജയശങ്കർ ചർച്ച നടത്തും. എന്തായാലും 2 ദിവസം വാങ് യി ഇന്ത്യയിലുണ്ടാകും. ആ ഒരു സംയുക്ത ചർച്ചയിൽ പങ്കെടുക്കും. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കവും അതുപോലെ തന്നെ ട്രംപിന്റെ അധിക തീരുവയും ഒക്കെ ചർച്ചയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അത് ചർച്ചയായാൽ അതിന് തുടർന്നുള്ള നടപടികൾ, അല്ലെങ്കിൽ അതിൽ ആ ചർച്ചയ്ക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. തീരുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇന്ത്യയും ചൈനയും എടുക്കുന്ന നടപടി അല്ലെങ്കിൽ സ്വീകരിക്കുന്ന നയം എന്താണെന്ന കാര്യത്തിലൊക്കെ തന്നെ ഈ ഒരു യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനം ഉണ്ടാകുക. എന്തായാലും നിലവിൽ ഈ ഒരു അതിർത്തി തർക്കമാണ് ചർച്ചാ വിഷയം, പ്രധാന അജണ്ട. അതേപോലെ തന്നെ അധിക തീരുവയും ചർച്ചയാകുമെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ ചർച്ചയാകുമോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഈ യോഗത്തിന് ശേഷമായിരിക്കും നമുക്ക് അറിയുക. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടെ അദ്ദേഹം ഡൽഹിയിലെത്തും. തുടർന്ന് എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും പ്രധാനമന്ത്രിയുമായുള്ള സന്ദർശനം. എന്തായാലും പ്രധാനമന്ത്രി ഇത്തരത്തിൽ ചൈനയിലേക്ക് പുറപ്പെടാൻ നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യൻ സന്ദർശനം. എന്തായാലും നാളെയാണ് യോഗം നടക്കുക. ഇന്ന് വൈകുന്നേരം അദ്ദേഹം വൈകിട്ട് 4 മണിയോടെ ഡൽഹിയിലെത്തും. ആതിര. ശരി രഞ്ജിൽ, 2 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇന്ന് ഇന്ത്യയിലെത്തും. വൈകിട്ട് 4-ന് ഡൽഹിയിലെത്തുന്ന വാങ് യി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വാങ് യി സന്ദർശിക്കും.